ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ SSLC ഹിന്ദി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കായിട്ടുള്ള ടിപ്സും ട്രിക്സുമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ നന്നായി ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും മോഡൽ നമ്മൾ പഠിച്ചു വെക്കണം. നമുക്കറിയാം, പട്കഥ, പോസ്റ്റർ, ഡയറി, റപ്പട്ട്, പത്ര, വാർത്താലാപ്, വാക്യ പിരമിഡ്, വിശേഷണ ശബ്ദ്, സർവനാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പട്കഥ എന്താണ്? തിരക്കഥ, സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ്. അപ്പം എല്ലാത്തിൻ്റെയും ചെറിയൊരു മോഡൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. കാരണം തീരെ അറിയാത്ത കുട്ടികൾ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഒക്കെ എങ്ങനെ നമ്മൾ ഒരു പട്കഥ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു ഡയറി എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ എന്തെഴുതണം, ലാസ്റ്റ് ഭാഗങ്ങളിൽ എന്തെഴുതണം, പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ആസ്പദമാക്കി അതിൻ്റെ നടുക്കായിട്ട് എഴുതുക, ഇങ്ങനെയുള്ള അതിൻ്റെ ആ മോഡൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീരെ എഴുതാൻ കിട്ടാത്ത കുട്ടികൾക്ക് ഈ ഒരു മോഡൽ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നും ആസ്പദമായ സെൻറ്റൻസുകളും കൂടെ എഴുതി വെച്ചാൽ ഒരു പരിധിവരെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, പട്കഥ തിരക്കഥയാണ്. പോസ്റ്റർ, നോട്ടീസ് പോസ്റ്ററാണ്. എന്തെങ്കിലും സൂചനകളൊക്കെ തരും. ആ സൂചനകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പോസ്റ്റർ മനോഹരമായിരിക്കണം, അതുപോലെ തന്നെ പോയിന്റുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളൊരു പേജിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോസ്റ്റർ ആരും ഒരു പേപ്പറിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി അടുത്ത പേജിൽ കൊണ്ടുപോയി ചെയ്യാൻ പാടില്ല. അപ്പോൾ പോസ്റ്ററിൻ്റെ നമ്പർ 8 എന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നിങ്ങൾ 8ാമത്തത് വേറൊരു പേജിൽ ചെയ്താൽ മതി. കാരണം ഒരു പേപ്പറിൻ്റെ ലാസ്റ്റിൽ നമ്മളത് ചെയ്ത് വെച്ചിട്ട് ബാക്കി ബോക്സ് അപ്പുറം വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഡയറി എന്ന് പറഞ്ഞാൽ ഡയറിയാണ്, എല്ലാവർക്കും അറിയാം. റപ്പട്ട് ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിനൊരു മോഡലുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവണം, സ്ഥലപ്പേരുണ്ടാകണം. അതുപോലെ പത്രം എന്ന് പറഞ്ഞാൽ ലെറ്ററാണ്, കത്താണ്. അപ്പോൾ അതിനും നമുക്കൊരു മോഡലുണ്ട് അല്ലേ. സ്ഥാന്, താരീഖ് കൊടുക്കണം. പ്രിയ, മിത്ര എന്ന് ആർക്കാണോ കത്തെഴുതാനുള്ള അഭിസംബോധന വേണം. അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് തിരക്കാം. അപ്പോൾ അതിൻ്റെ മോഡലും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അടുത്തത് വാർത്താലാപ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാത്ചീത്ത് എന്നാണ് ഉണ്ടാവുക. ഈ വാക്കുകൾ കറക്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കുക. ഏറ്റവും വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ കാണുന്ന ഈ ആക്ടിവിറ്റീസുകളിൽ നിന്നായിരിക്കും. പട്കഥ, പോസ്റ്റർ, ഡയറി, റപ്പട്ട്, പത്ര, വാർത്താലാപ് ഇവയെല്ലാം ഏത് രീതിയിലാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പാരഗ്രാഫ് ഉണ്ടാകും. ആ പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി താഴേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ അവർ ആ പാരഗ്രാഫിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ടാകും, ഇത് ഇന്ന പാഠമാണ്, ബീർബഹുടി എന്ന പാഠഭാഗമാണ്. ആ പാഠഭാഗത്തിലെ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ, അവർ 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ പറയുമ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നിന്നാണ് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. അടുത്ത സൂചനയിൽ വേറെ പാഠഭാഗമായിരിക്കും തരിക. അപ്പോൾ നോക്കേണ്ടത്, നമ്മുടെ സൈഡിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടാകും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ വലിയ ആക്ടിവിറ്റീസ് ആയിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്. മോഡൽ എക്സാം എഴുതിയ കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒരു മോഡലിൽ തന്നെയായിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക. മാച്ച് ദി ഫോളോയിങ്, സഹി മിലാൻ കരേ, ചേരുംപടി ചേർക്കുക എന്ന ക്വസ്റ്റ്യനോ, അതല്ല എങ്കിൽ ബ്രാക്കറ്റിനകത്ത് ഓപ്ഷൻ തന്നിട്ട് താഴെ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യനോ അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ ഈ വലിയ വലിയ ക്വസ്റ്റ്യനൊക്കെ എന്തായാലും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. എന്നാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 ഓപ്ഷൻസിൽ സൈഡിൽ 1 മാർക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഒരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും നോക്കണം, അത് പട്കഥയോ പോസ്റ്ററോ ഡയറിയോ റപ്പട്ട്, പത്ര, ബാത്ചീത്ത്, ടിപ്പണി, കവിതയുടെ ആശയം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്. നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോന്നിൻ്റെയും മോഡൽ ഇവിടെ തരുന്നതായിരിക്കും. കാരണം
പട്കഥയാണെങ്കിൽ അതിന് സ്ഥാന്, സമയ, കഥാപാത്ര, ദൃശ്യ അങ്ങനെയൊക്കെ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ മോഡൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ മാർക്ക് കിട്ടും. അതുപോലെ പോസ്റ്റർ, ഡയറിക്ക് ദിന്, താരീഖ്, അതുപോലെ തന്നെ തുടക്കം അല്ലേ, ആജിക്ക ദിൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക, ലാസ്റ്റ് അവസാനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്കതിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. പട്കഥ. പട്കഥ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്, തിരക്കഥയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ദൃശ്യ ഏക്ക് എന്ന് കൊടുക്കുക, എന്നിട്ട് സ്ഥാനം എഴുതുക, എന്നിട്ട് തന്നിരിക്കുന്ന പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി ഏത് സ്ഥലമാണോ അത് കൊടുക്കുക. സമയം, അടുത്തത് സമയം എന്നെഴുതുക, എന്നിട്ടൊരു സമയം കൊടുക്കുക. പിന്നെ പാത്ര, കഥാപാത്രങ്ങളുടെ പേര് ഡാഷ് ഇട്ടെടുത്തൊക്കെ നിങ്ങൾ കഥാപാത്രങ്ങളുടെ പേരാണ് വരേണ്ടത്. നിങ്ങൾക്ക് എത്രാമത്തെ ക്വസ്റ്റ്യനാണോ പട്കഥ വന്നിരിക്കുന്നത്, ഏത് പാഠഭാഗത്തിൽ ഏത് പാരഗ്രാഫാണോ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് നോക്കുക, എന്നിട്ട് അതിലെ കഥാപാത്രങ്ങളെ കൊടുക്കുക. പാത്രോങ്കി ആയു, കഥാപാത്രങ്ങൾക്കൊരു വയസ്സ് കൊടുക്കുക. പാത്രോങ്കി വേഷഭൂഷ, അവർക്കൊരു വേഷവിധാനം കൊടുക്കുക. എന്നിട്ട് പ്രസംഗം എന്ന് പറയുന്ന അവിടെ നിങ്ങൾ എന്താണ് അവിടുത്തെ ദൃശ്യം എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തത് വാർത്താലാപ്, അവരുടെ സംഭാഷണം കൊടുക്കണം. ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നോ അവരുടെ സംഭാഷണമാണ് ഈ ഡാഷ് ഇട്ടെടുത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. ദൃശ്യ സമാപ്തി, ലാസ്റ്റ് ദൃശ്യം സമാപിക്കുന്നു എന്നും കൊടുക്കുക. അപ്പോൾ ഈ വര ഇട്ടെടുത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി എഴുതിക്കൊള്ളണം. അടുത്തത് പോസ്റ്റർ എന്നാണ്. പോസ്റ്റർ നോക്കാം. പോസ്റ്റർ രണ്ട് രീതിയിൽ പോസ്റ്റർ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒന്ന് സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റർ, മറ്റൊന്ന് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതായ രീതിയിലുള്ള പോസ്റ്ററും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റർ എന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇവിടെ ബാലശ്രം, നിങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ ബച്ചെ കാമ്പർ ജാ രഹേ ഹൈം എന്ന പാഠഭാഗത്തിലെ ഒരു പോസ്റ്ററാണിത്. ബാലശ്രം, ബാലവേലയാണ്. ബാലവേലയുടെ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ബോക്സൊക്കെ വരയ്ക്കുക, ആകർഷകമായിരിക്കണം, ഭംഗിയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചേരുന്ന സൂചനകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല പോയിന്റുകൾ ഉൾപ്പെടുത്തുക. ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ചിത്രവും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പോസ്റ്റർ നിങ്ങൾ പകുതി മുറിച്ച് എഴുതാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പേജ് തീരാനാവുന്നിടത്ത് തുടങ്ങിയിട്ട് അടുത്ത പേജിൽ ബാക്കി എഴുതാമെന്നുള്ള അത് നടക്കില്ല. കാരണം അങ്ങനെ ചെയ്യരുത്. പോസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പേജിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ബാലശ്രം ബച്ചോങ്കോ ഗെൽനേദേ പഠിനേദേ ബച്പൻ ഗെൽനെ കാ സമയ ഹേ പഠിനെ കാ സമയ ഹേ ബാലശ്രം രോഖേ ദേശ് കോ ബച്ചായം എന്ന സന്ദേശം തന്നുകൊണ്ടാണ് ഇവിടെ ബാലവേലയെക്കുറിച്ചൊരു പോസ്റ്റർ തന്നിട്ടുള്ളത്. അടുത്ത ഒരു പോസ്റ്ററും കൂടെ നമുക്ക് നോക്കാം. പ്രകൃതി ഔർ മനുഷ്യ കാ സംബന്ധം. നിങ്ങൾക്ക് അവിടെ പോസ്റ്ററിന് വിഷയം അവിടെ തരും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന വിഷയമാണ് ഇത്. പ്രകൃതി കി രക്ഷ ഹമാരി സുരക്ഷ, പ്രകൃതി കാ നാശ് ഹമാരാ നാശ്, പ്രകൃതി കോ ബച്ചായെ ജീവൻ കോ സുരക്ഷിത് രഖേ എന്ന സന്ദേശം തന്നുകൊണ്ടാണ് ഇവിടെ ഒരു പോസ്റ്റർ ഉള്ളത്. ഇനി മറ്റൊരു രീതിയിൽ പോസ്റ്റർ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്ററാണിത്. ഇവിടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, സർക്കാരി സ്കൂൾ. ഇനി നമുക്കും ഒരു വിഷയം തരും. എന്താണ് സങ്കോഷ്ഠി ചെയ്യേണ്ട വിഷയം എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ അവിടെ മാത്രം മാറ്റി കൊടുത്താൽ മതി. സങ്കോഷ്ഠി കാ വിഷയ എന്ന് അതുപോലെ എഴുതിയിട്ട് ജാതിപ്രദ ഏക് അഭിശാപ് ഹേ. ഇവിടെ ജാതി സമ്പ്രദായം ഒരു അഭിശാപമാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം മാത്രം നിങ്ങൾ മാറ്റി കൊടുക്കുക. സ്ഥാന്, ഒരു സ്ഥലം വേണമല്ലോ. സ്കൂൾ ഓഡിറ്റോറിയം, താരീഖ്, സമയ ദോപഹർ 2 ബജെ, ഡേറ്റ്, അതുപോലെ തന്നെ ഒരു സമയം, അവതരണം ആരാണെന്നാണ് 10വീं കക്ഷാ കെ ഛാത്ര, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. സബ്കാ ഹാർദിക് സ്വാഗതം, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇങ്ങനെയും പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വിഷയം നിങ്ങൾ മാറ്റിയ, നിങ്ങൾക്ക് തന്ന വിഷയം എഴുതി ബാക്കി ഇതുപോലെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. അടുത്തത് ഇതേ വിഷയം തന്നെ സന്ദേശം കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റർ നോക്കൂ. ജാതി സമ്പ്രദായത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സെമിനാർ സംഘടിപ്പിച്ചത്. അതേ ഇതിനെ തന്നെ ഇതിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റർ നോക്കിക്കേ. ജാതിപ്രദ ഏക് അഭിശാപ് ഹേ എന്ന് എഴുതിയിട്ടുണ്ട്. മാനവമേ കോയി ഭേദഭാവ് നഹി മാനവ് ഏക് ഹേ. ഓരോ മനുഷ്യരും ഒന്നാണ്, ഒരു വ്യത്യാസവും പാടില്ല എന്ന്. ജാതിപ്രദ ഏക് അഭിശാപ് ഹേ ജാതിപ്രദ രോക്കെ ദേശ് കോ ബച്ചായേ എന്ന സന്ദേശം നൽകിക്കൊണ്ട് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. തന്ന വിഷയം ഏതോ അതിനെ അടിസ്ഥാനമാക്കി ചെയ്യണമെന്ന് മാത്രം.
അടുത്തത് ഡയറിയാണ്. ഡയറിക്ക് ഒരു മോഡൽ എന്ന് പറയുന്നത് ദിനും താരീഖും, ഡേറ്റും തീയതിയും എഴുതണം. എന്നിട്ട് നമുക്ക് തുടക്കം ഇങ്ങനെ എഴുതിക്കൂടെ, ആജിക്കാ ദിൻ മേരെ ലിയേ ഏക് യാദ്ഗാർ ദിൻ ദാ. ഇന്നത്തെ ദിവസം ആജിക്കാ ദിൻ മേരെ ലിയേ ഏക് യാദ്ഗാർ ദിൻ ദാ. ഇന്നത്തെ ദിവസത്തെ ഞാൻ എന്നും ഓർക്കുന്ന ഒരു ദിവസമായി മാറിയിരിക്കുന്നു ഇന്നത്തെ ദിവസം എന്ന്. അപ്പോൾ മനസ്സിൽ കുറേ ചിന്തകളുണ്ട്. നമ്മുടെ എന്തൊക്കെയാണോ എഴുതാൻ പറ്റിയതൊക്കെ എഴുതാം. പിന്നെ നിങ്ങളുടെ പാരഗ്രാഫിൽ ആരുടെ ഡയറിയാണോ അവരുടെ എന്തിനെ പറ്റിയുള്ളതെന്നൊക്കെ ഇവിടെ കൊടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം ആജിക്കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക അല്ലെങ്കിൽ ഭൂലൂങ്കി. ഇന്നത്തെ ദിവസം ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല എന്നൊക്കെ നമുക്ക് കൊടുത്തൂടെ. അങ്ങനെ ഡയറി തയ്യാറാക്കാം. അതുപോലെ തന്നെ റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പട്ടാണ്. റപ്പട്ട് എന്ന ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് തന്ന വിഷയം എന്തോ അതിനെ ആസ്പദമാക്കി ശീർഷക് വേണം. എന്താ ശീർഷക്? ഹെഡിങ് ആണ്. ആ ഒരു ഹെഡിങ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, സ്ഥലപ്പേരുണ്ടാവുമല്ലോ, അതാണ് ഇവിടെ സ്ഥാനം എന്ന് കിടക്കുന്നത്. അവിടെ ഒരു സ്ഥലപ്പേരും കൊടുത്തിട്ട് തന്ന വിഷയം നമ്മുടെ തന്ന പാരഗ്രാഫിൽ കുറച്ചൊക്കെ ഉണ്ടാവും, അതിനെ ആസ്പദമാക്കി ഈ ഡാഷ് ഇട്ടെടുത്തൂടെ എഴുതുക. അടുത്തത് ലെറ്ററാണ്. പത്ര അല്ലെ, ഹിന്ദിയിൽ പറയും പത്രി എന്ന് പറയും. സ്ഥാന താരീഖ്, സ്ഥലവും തീയതിയും. അതുപോലെ തന്നെ പ്രിയ മിത്ര നമ്മൾ അഭിസംബോധന ചെയ്യണം. മിത്ര തും കൈസേ ഹോ സകുശൽ ഹോന मैं यहाँ टिक हूँ एक खास बात बताने के लिए यह पत्र लिख रहा हूँ. അപ്പോൾ നമുക്ക് ഏത് പത്രിൻ്റെയും മിത്രങ്ങൾക്കുള്ള കത്താണെങ്കിൽ ഇത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥാന താരീഖ് പ്രിയ മിത്ര ഈ ഭാഗം കാണാതെ പഠിച്ചു വെക്കുക. എന്നിട്ട് ബാക്കി ഡാഷ് ഇട്ട ഭാഗത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പാരഗ്രാഫിൽ നിന്നും അല്ലെങ്കിൽ അതിന് യോജിച്ച സാധനങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റൻസുകൾ ഇവിടെ എഴുതുക. എന്നിട്ട് ലാസ്റ്റ് എൻഡിങ് ഇങ്ങനെ കൊടുക്കുക. തുമാര മിത്ര ഹസ്താക്ഷർ നാമം, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഒപ്പ്, പേര്, ഇതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഇടതുവശത്തായിട്ട് സേവാമേ നാമ പദ ഇതും കൊടുക്കുക. ഇത് 2 അഡ്രസ്സാണ് കേട്ടോ. അഡ്രസ്സ് ഒന്നും നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു മോഡൽ എഴുതി വെച്ചാൽ മതി. ഈ ഡാഷ് ഇട്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അടുത്തത് വാർത്താലാപ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക വാർത്താലാപ് എന്നായിരിക്കില്ല, ബാത് ചീത്ത് എന്നായിരിക്കും. എന്താണ് ബാത് ചീത്ത്? അപ്പോൾ ഈ ബാത് ചീത്ത് എന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായി ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണെന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു മോഡൽ തന്നത് ബേലയും സാഹിലും തമ്മിലുള്ളതാണ്. അപ്പോൾ ബേല പറയുന്ന കാര്യം എഴുതുക. അപ്പോൾ സാഹിൽ ഒരു മറുപടി പറയും. അങ്ങനെ താഴെ ഇവർ ഓരോരുത്തരും പറയുന്ന ഡയലോഗുകൾ നിങ്ങൾ എഴുതിയിട്ട് ആരുടെ വാർത്താലാപ് ബാത് ചീത്താണോ ചോദിച്ചത് അത് എഴുതുക. അടുത്തത് വാക്യ പിരമിഡ്. നമ്മൾ വാക്യ പിരമിഡിൻ്റെ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസറും അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണം നോക്കാം. ചാർലീനെ ഗായ, ചാർലി പാടി. ചാർലീനെ ഗീത് ഗായ, ചാർലി പാട്ടുപാടി. ചാർലീനെ ജഗ് ജോൺസ് ഗീത് ഗായ, ചാർലി ജഗ് ജോൺസ് എന്ന പാട്ടുപാടി. ചാർലീനെ മഷ്ഹൂർ ജഗ് ജോൺസ് ഗീത് ഗായ, ചാർലി പ്രസിദ്ധമായ ജഗ് ജോൺസ് എന്ന ഗീതം പാടി. അപ്പോൾ ഓരോ വാക്കുപയോഗിച്ച് സെൻറ്റൻസ് വലുതാക്കി കൊണ്ടുവരിക ചെയ്തത്. അപ്പം നിങ്ങൾക്ക് 2 സെൻറ്റൻസ് തരും. ബാക്കി 3ഉം 4ഉം വരി നിങ്ങൾ എഴുതണം. ഓപ്ഷൻസ് 2 വാക്കുകൾ അവിടെ ഉണ്ടാകും. ആ വാക്ക് ചേർത്ത് വലിയ സെൻറ്റൻസ് ആക്കി മാറ്റുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാകും വിശേഷണ ശബ്ദ്. വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലെങ്കിലും ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. 2 വാക്ക് തരും. അതിലെ ആദ്യത്തെ വാക്കായിരിക്കും ആൻസർ. നോക്കിക്കേ, പഹലി ഗണ്ടി, പഹലിയാണ് അതിലെ ഉത്തരം. അപരിചിത് വ്യക്തി എന്നതിലെ ഉത്തരം അപരിചിത് എന്ന വാക്കാണ്. ടൂട്ടാ പഹിയ എന്നതിലെ ഉത്തരം ടൂട്ടയാണ്. നോക്കിക്കേ, നീലി കാക്കി യൂണിഫോം, നീല കാക്കി യൂണിഫോം എന്നതിൽ നീലി കാക്കിയാണ് ആൻസർ. അഭദ്രശോർ, അശുഭകരമായ ബഹളം. അപ്പോൾ അഭദ്രാണ് ആൻസർ. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷണ ശബ്ദം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അടുത്തത് സർവനാമമാണ്. ഇതിൽ നിന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും വരും. നോക്കിക്കേ, നമുക്ക് സർവനാമങ്ങൾ അറിയാം. സർവനാമത്തിൻ്റെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഉസ്മേ, ഉസ്കെ, ഉസ്നെ എന്ന് കണ്ടാൽ ഉസ് എന്നാണ് ഒരു വാക്ക് തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉസ്മേ, ഉസ്കി അങ്ങനെ ലാസ്റ്റിലെ അക്ഷരം നിങ്ങൾ നോക്കണ്ട. ആ തുടക്കം ഉസ് എന്നാണെങ്കിൽ ഏതാണ് സർവനാമം? വഹാണ്. ഇനി ആ ഒരു വാക്കിൻ്റെ ആദ്യം ഇസ്, ഇസ്മേം, ഇസിനെ അങ്ങനെ ഇസ് ആണെങ്കിൽ യഹും, ഉനോനെ, ഉൻക, ഉൻസെ, ഉന്മേം, ഉൻ എന്നാണെങ്കിൽ വേ എന്നും, ഇൻക, ഇൻസെ എന്ന് കണ്ടില്ലേ, ഇൻ എന്ന് ആണെങ്കിൽ എ എന്നും. അപ്പോൾ എന്താണ്? ഉസ് വഹാണ്, ഇസ് യഹാണ്, ഉന്ന് വേയാണ്, ഇന്ന് എ ആണ്. കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണെന്നാണ് ചോദിച്ചത്.
സർവനാമം പ്രത്യയങ്ങളുമായി ചേരുന്നപ്പോൾ മാറിയതാണ്. ഈ വഹിനോടുകൂടി മേം ചേർന്നപ്പോഴാണ് ഉസ്മേം എന്നായത്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയുമോ അറിയാൻ വേണ്ടിയിട്ട് ഈ ഉസ്മേം എന്നതിൽ ഏതോ ഒരു സർവനാമമുണ്ട്, അത് കണ്ടെത്താൻ. ഇനി ബാക്കി സർവനാമം വന്നാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. നോക്കിക്കേ, അഞ്ചാമത്തെ നോക്കിക്കേ, മുജെ, മേര, മുജ്സെ. ഇതിലടങ്ങിയ സർവനാമം ഏതാണ്? മേം. കാരണം ആദ്യത്തെ അക്ഷരം നോക്കിക്കേ, മാ എന്ന അക്ഷരമാണ്. മാ എന്ന അക്ഷരത്തിൽ നമുക്ക് ഒന്നേ ഉള്ളൂ, മേം ഉള്ളൂ അല്ലേ. അപ്പം നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. എന്നാൽ തേര, തേരി, തുജെ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ തൂ ആണ്. ആദ്യത്തെ അക്ഷരം തായാണല്ലോ. എന്നാൽ തുമാര, തുമാരി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തും എന്നുള്ളത് കൊണ്ട് ആൻസർ തുമ്മാണ്. ഹമാരി, ഹമാര, ഹമാരെ എന്നൊക്കെ ഉള്ളതിലെ സർവനാമം ഹമ്മാണ്. ആപ്ക, ആപ്കി, ആപ്കോ എന്നൊക്കെ ഉള്ളതിലെ ആൻസർ ആപ്പാണ്. അപ്പോൾ ഈ 4 ക്ലിയറായി നിങ്ങൾ പഠിക്കണം. വഹ്, ഉസ്, യഹ്, ഇസ്, വേ, ഉന്ന്, ഏ, ഇന്ന് ഇത് വന്നിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ടിപ്പണിയും അതുപോലെ തന്നെ കവിതയുടെ ആശയവുമാണ് ഇതിൽ ഉൾപ്പെടുത്താത്തുള്ളത്. ടിപ്പണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ടിപ്പണി തയ്യാറാക്കാൻ പറഞ്ഞാൽ ഒരു ഹെഡിങ് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് തന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു കുറിപ്പ് എഴുതുക, ഒരു പാരഗ്രാഫൊക്കെ എഴുതുക എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ ആശയം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കവിത തരും. കവിതാ വരികൾ തന്നിട്ട് അതിനെ ഗദ്യരൂപത്തിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ കവിയെ സൂചിപ്പിക്കണം, പാഠത്തിൻ്റെ പേര് സൂചിപ്പിക്കുക, എന്നിട്ട് ആ വരികൾ നിങ്ങൾ ഗദ്യരൂപത്തിലേക്ക് മാറ്റി എഴുതുക. എല്ലാവർക്കും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മാക്സിമം പറ്റുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. വലിയ വലിയ ക്വസ്റ്റ്യനൊന്നും വിട്ട് കളയണ്ട. പിന്നെ അതുപോലെ തന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കണം. കാരണം നമ്മൾ ആൻസറൊക്കെ എഴുതി വെച്ച് ക്വസ്റ്റ്യൻ നമ്പർ ഇടാണ്ടിരുന്നാൽ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവില്ല. അതുകൊണ്ട് ആ കാര്യം നോക്കണം. അപ്പം നീറ്റായിട്ട് ഭംഗിയായിട്ട് എഴുതുക. വെട്ടിത്തിരുത്തലുകളില്ലാതെ, വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റൊരു വര കൊടുത്താൽ മതി, കുത്തി വരച്ച് വെട്ടി കൊളാക്കി ഇടരുത്. അപ്പം നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ധന്യവാദ്.